സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെന്നും മുഴങ്ങും വിജ്ഞാനദീപം നിറകതിർത്തൂകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 47 വർഷത്തോളം ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ട്വിങ്കിൾ ഹോസ്പിറ്റൽ. ഈ നാട്ടിൽ സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 47 വർഷം മുമ്പ് ഇപ്രകാരം ഒരു പ്രസ്ഥാനം വാളകത്ത് പ്രവർത്തിച്ചത്. അന്ന് ഈ പറയുന്ന വലിയ ഹോസ്പിറ്റലുകൾ, ഇന്ന് കാണുന്ന സംവിധാനങ്ങളൊന്നും നമ്മുടെ ഈ പ്രദേശത്തോ കൊട്ടാരക്കര പ്രദേശങ്ങളിലോ അന്നുണ്ടായിരുന്നില്ല. സാധാരണക്കാർക്ക് ഏത് സമയത്തും ഓടി വന്നാൽ അവർക്ക് ചികിത്സ ലഭിക്കും എന്നുറപ്പുള്ള ഒരു സ്ഥാപനമായിരുന്നു ഇത്. ഇന്നും നല്ല രീതിയിൽ തന്നെ സാധാരണക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ കുടുംബാംഗങ്ങൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം വളരെയധികം പ്രശംസ അർഹിക്കുന്നതാണ്. നമ്മുടെ നാട്ടുകാരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ടുമാനെക്കുറിച്ച് പറയാൻ ഈ മുന്നിലിരിക്കുന്നവർക്കെല്ലാം അറിയാം. കാര്യം നിങ്ങളെല്ലാം ഒരു പക്ഷേ ടുമാൻ്റെ പേഷ്യൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടുമാനുമായിട്ട് വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കാം. രോഗം കണ്ടെത്തുക, അതിന് വളരെ മിടുക്കുള്ള ഒരു ഡോക്ടറാണ് ടുമാൻ. സാധാരണ ഡോക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തനാണ് ടുമാൻ. കാര്യം സാമ്പത്തികം നോക്കി പോകുന്ന ഒരാളല്ല. സാധാരണക്കാർക്ക് അവർക്ക് വേണ്ടി ചികിത്സ നടത്തുക, ഭയങ്കര പോളിസി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ വളരെ പോളിസി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മൾ ഡോക്ടേഴ്സിലും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരിലും കാണാത്ത ഒരു മഹത്വമാണ് ഈ പൈസയുടെ പുറകിൽ പോകുകയില്ല എന്ന ആ ഒരു തീരുമാനം. ഈ മേഖലയിലുള്ളവർക്കറിയാം, ധാരാളം അവസരമുണ്ട്. സ്ലിപ്പ് എഴുതി കൊടുത്താൽ മതി. ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ വരുന്നതിനും പോകുന്നതിനെല്ലാം അതിനവർ പറയും, ഒരു പേപ്പർ എഴുതി കൊടുത്താൽ മതി, നല്ല കമ്മീഷൻ കിട്ടും. പക്ഷേ അങ്ങനെ കമ്മീഷൻ്റെ പുറകിൽ പോയി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക ആ ലക്ഷ്യമല്ല ടുമാനെ. അതാണ് മറ്റുള്ള ഡോക്ടേഴ്സിൽ നിന്നും ടുമാനെ വ്യത്യസ്തനാക്കുന്നത്. എന്തായാലും ഡോക്ടർ ടുമാൻ്റെ സേവനം ഇപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ആ സേവനം ലഭിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ ടുമാനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടുമാനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇനി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുവേണ്ടി അനിൽകുമാർ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ളവരെ, വളരെ അഭിമാനവും സന്തോഷവുമുണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിൽ. അപ്പോൾ കഴിഞ്ഞ 47 വർഷമായിട്ട് ഈ വാളകത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഇവിടെ ഈ ഡയസിൽ ഉള്ളത്. അതുതന്നെ നമുക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ളതാണ്. ഇനി ഡോക്ടർ ടുമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം, 5ാം ക്ലാസ് മുതൽ അറിയാം. കരിക്കം 7th ഡേ അഡ്വൻറ്റിസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നന്നായിട്ടറിയാം. ഹി വാസ് എ വെരി ജെൻറ്റിൽ സ്റ്റുഡൻറ്റ് ആ കാലഘട്ടം മുതൽ. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണം പറയാവുന്ന ഒരു ഫിസിഷ്യനാണ് ടുമാനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ജില്ലയിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ആരോഗ്യ മേഖല എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഡെഡിക്കേറ്റഡായിട്ട് ഈ സർവീസിനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ മാത്രം അതിനകത്തെല്ലാം കഴിയുന്നില്ല. അത് ജനകീയമാകുമ്പോഴാണ് അവരതിൽ മാനുഷികത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനവികത ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുമ്പോഴാണ് അത് ജനകീയമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കതിനകത്ത് മാനവികത എന്ന് പറയുവാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഡോക്ടർ ടുമാൻ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല. ഇന്ന് തന്നെ ഇവിടെ തൈറോയിഡ് നിർണയ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 100ഓളം പേർക്ക് സൗജന്യമായിട്ട് ഈ പറയുന്നത് പോലെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ എന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 100-ന് പകരം ഒരു 500 പേര് ഇവിടെ വന്ന് കൂടിയേനെ. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സൗജന്യ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ നടത്തുക എന്ന് പറയുന്നത് ജനത്തോടുള്ള ഒരു കൺസേൺ, അല്ലെങ്കിൽ അവരോടുള്ള ഒരു കരുതലാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത്
എല്ലാവരും മറന്നു പോകുന്ന ഒരു ദയനീയമായ സ്ഥിതിയാണുള്ളത്. എങ്കിലും ധാരാളം ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അതേപോലെ ഒപ്പത്തിനൊപ്പം ഇപ്പം നിൽക്കുന്ന ഒരു ഡിസീസാണ് തൈറോയിഡും. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ കഴുത്തിൽ ഏതാണ്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു ചെറിയ ഓർഗാൻ, എന്നാൽ നമ്മുടെ ഹോൾ ബോഡിയെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വില്ലനാണ് ഇത്. അപ്പോൾ അതിലെ താളപ്പിഴകളെന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കും. ഡോക്ടർ ഇരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നത് ശരിയല്ല, എനിക്ക് അറിയത്തുമില്ല, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും അതിന് അനുസരണമായ ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ഉപദ്രവം ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമാകുമെന്നുള്ളതാണ് അതേ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഈ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 60% ഇതേപോലെയുള്ള സ്വകാര്യ പങ്കാളിത്തവും അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളും അവിടുത്തെ ജീവനക്കാരും എല്ലാവരും കൂടി ചേർന്നതാണ്. അപ്പോൾ അത് എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യ മേഖല സുസ്ഥിരമായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ മാത്രം നമുക്ക് ഇതിനെല്ലാം കൂടി പിടിച്ചു നിർത്താമെന്നുള്ളത് വെറും വ്യാമോഹമാണ്. അത്രത്തോളമൊന്നും സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പോലും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകളെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു അന്നും ഗവൺമെൻറ് ഒറ്റ സിംഗിൾ വിൻഡോ സിസ്റ്റം പോലെ ഇതെല്ലാം കൂടി പ്രവർത്തിച്ചിരുന്നത്. ആ കോവിഡ് സമയത്ത് പാലക്കാട് ജില്ലയിൽ ഞാൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. അതിലുപരി അവിടുത്തെ കോവിഡിൻ്റെ ജില്ലാ നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു 2 വർഷത്തോളം കാലം. അപ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് അവിടെയുള്ള മെഡിക്കൽ കോളേജിലെയും സ്വകാര്യ മേഖലകളിലെയും ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെടുന്നതിനും വിവിധ മീറ്റിങ്ങുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ എനിക്ക് ധാരാളം സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വാളകം പോലുള്ള ഈ ഒരു ഗ്രാമീണ മേഖലയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ബഹുമാന്യനായ ഏറ്റവും പ്രിയപ്പെട്ട ടുമാനെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അപ്പോൾ ഇത് നാട്ടുകാർ പരമാവധി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല ആരോഗ്യപരമായ ഒരു ജീവിതം നയിച്ചു പോകുന്നതിലേക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് തന്നെ മുന്നേറാം. ഈ ഒരു ചെറിയ ചടങ്ങ്, ചെറുതെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു തൈറോയിഡ് നിർണയ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഡോക്ടർ ടുമാൻ US കൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനിൽകുമാർ സാർ, പ്രിയപ്പെട്ട ശ്രീകുമാർ, പിന്നെ എന്നെ ഞാനാക്കി ഒരു ഡോക്ടറാക്കി വളർത്താൻ കഷ്ടപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ നല്ലവരായ നാട്ടുകാർ, നിങ്ങൾക്കെല്ലാവർക്കും ഈ തൈറോയ്ഡ് ക്യാമ്പിലേക്ക് സ്വാഗതം. സാധാരണ രീതിയിൽ ഒരു ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷന്, പിന്നെ ഒരു ജനറൽ മെഡിക്കൽ ക്യാമ്പ്, ഇതിൽ ചുരുങ്ങലാണ് പൊതുവേ ഉള്ളത്. ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. പക്ഷേ എന്നാൽ തൈറോയ്ഡ് എന്താണ്, ആ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇത് പലർക്കും അറിയത്തില്ല. ഈ ക്യാമ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് തൈറോയ്ഡ് എന്ന് പറഞ്ഞൊരു അസുഖത്തിനെ ചികിത്സിക്കൽ മാത്രമല്ല, ആ തൈറോയ്ഡ് എത്ര പേർക്കുണ്ട്, എത്ര പേർക്ക് ഈ അസുഖത്തിനെക്കുറിച്ച് അറിയാം, ഒരു ബോധവൽക്കരണം, പിന്നെ അതിനകത്തൊരു സ്ക്രീനിങ്, പിന്നെ ചികിത്സ വേണ്ടുന്നവർക്ക് ചികിത്സ. എൻ്റെ ഓർമ്മ ശരിയാണെന്നെങ്കിൽ ഇവിടെ വാളകത്ത് തന്നെ ഒരിക്കൽ ഒരു കുട്ടി, പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരു 20 വയസ്സ്, എൻ്റെ അടുത്ത് വന്നത് സാധാരണ ഒരു പനിയായിട്ട് മാത്രമാണ്. കഴുത്തിലെ ആ തടുപ്പ് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഇത് എന്ത് പറ്റി, എന്താ, ഒരു സ്കാൻ ഒന്ന് ചെയ്യണമല്ലോ. പൊതുവേ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഡോക്ടർമാർക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള സ്കാനും
MRIയും CT എല്ലാം കൂടെ എഴുതി കൊടുക്കും. ചെറിയൊരു പനിയായി ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ എന്തിനാ എനിക്ക് കഴുത്തിൻ്റെ സ്കാനൊക്കെ ചെയ്യുന്നത്? എന്നിരുന്നാലും ആ കുട്ടി ഞാൻ പറയുന്നത് കേൾക്കുകയും അപ്രകാരം സ്കാൻ ചെയ്യുകയും തൈറോയ്ഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ബ്ലഡിൽ തൈറോയ്ഡ് നോർമലായിരുന്നു. പിന്നെ ഞാൻ അതിനെ ബയോപ്സിക്ക് വിടുകയും, പക്ഷേ ആദ്യം ചെയ്ത സർജൻ ആ ബയോപ്സി നെഗറ്റീവായിട്ട് വിധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നെ എന്തോ എനിക്കതിലൊരു സംശയം തോന്നി, അപാകത തോന്നിയിട്ട് കിംസിൽ വിട്ട് ഞാൻ റിപ്പീറ്റ് തൈറോയിഡ് ബയോപ്സി ചെയ്തപ്പോൾ അത് ക്യാൻസറായിട്ട് മാറുകയാണ് ഉണ്ടായത്. അന്ന് ആ കുട്ടിക്ക് 20-22 വയസ്സ്. ആ കുട്ടി ഇപ്പോഴും എന്നെ ഓർക്കാറുണ്ട്. 2 കുട്ടികളുടെ അമ്മയാണത്, ഇപ്പോഴും ജീവനോടുണ്ട്. എത്ര പേർക്കറിയാം ഈ തൈറോയ്ഡ്? അനിൽകുമാർ സാറ് പറഞ്ഞ മാതിരി ബട്ടർഫ്ലൈ ഇപ്പോൾ എനിക്ക് ആണെന്നുണ്ടെങ്കിലും ബട്ടർഫ്ലൈയുടെ സ്വഭാവം അല്ല അതിന്. അതൊരു വലിയൊരു വില്ലനായിട്ടുള്ള രോഗം തന്നെയാണ്. സ്ത്രീകൾക്ക് സ്തനാർബുദം പോലെയും പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ പോലെയും തന്നെ തൈറോയ്ഡ് ക്യാൻസറുകൾ വളരെ യങ് ആയിട്ടുള്ള പിള്ളേർക്ക് വരെ അതൊരു ക്യാൻസറസ് ആയിട്ട് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ, അല്ല ഒരു മീറ്റിംഗ് ആണെങ്കിൽ അതിനെ തടിച്ചുകൂടാൻ കുറേ ആൾക്കാരുണ്ടാവും. അവിടെ ഇവിടെ മതിലിൻ്റെ മേളിലും എല്ലാം കയറി നിൽക്കാൻ. പക്ഷേ ഇതേപോലെ ഒരു മെഡിക്കൽ ക്യാമ്പിനെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അറിവ് നേടുവാൻ ആഗ്രഹിക്കുക, ഇത് വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഭയപ്പാടുള്ളവർക്ക്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ നാട്ടിൽ ആരുടെയെങ്കിലും ഗോസിപ്പ് പറയാൻ വേണ്ടിയിട്ട് ഇന്നാളുടെ അവിടെ പോയി അവരത് ചെയ്തു ഇത് ചെയ്തു. കിട്ടുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക. ഇതേപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സാറ് പറഞ്ഞ മാതിരി ഇതൊരു 500 രൂപയ്ക്ക് ക്യാമ്പ് വെച്ചിട്ട് 100 രൂപയ്ക്ക് ഇത് നടത്തുമായിരുന്നെങ്കിൽ, അല്ലെ കൺസൾട്ടേഷൻ ഫീസ് പകുതിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കൂട്ടം ഇതൊന്നും ആയിരുന്നിരിക്കത്തില്ല. ഈ ടെസ്റ്റുകൾ മാത്രമേ കമ്പനിക്കാർ ഫ്രീ ആയിട്ട് തരത്തുള്ളൂ. ബാക്കിയുള്ള ഇതെല്ലാം ചിലവ് തന്നെയാണ്. അതിൻ്റെ പിന്നിൽ കുറച്ച് പേഷ്യൻറ്റിനെ കിട്ടണമെന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ടെങ്കിലും ആളുകൾക്ക് അത് ഗുണപ്പെടുന്നെങ്കിൽ ഗുണപ്പെട്ടോട്ടെ എന്നും കൂടെ കരുതി തന്നെയാണ് ഇതുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പുകൾക്ക് പ്രോത്സാഹനങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടും പല ക്യാമ്പുകൾ നടത്തുകയും അതിലൂടെ ഒരു 100 രോഗികളെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 തൈറോയ്ഡ് രോഗികളെ കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിൽ 2-3 ക്യാൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ 1-2 എണ്ണം ഇപ്പോൾ ജീവനോടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കടമ ധന്യമായി എന്ന് ഞാൻ കരുതത്തുള്ളൂ. വളരെ അൺഫോർച്ചുനേറ്റായിപ്പോയി നമ്മുടെ വാർഡ് മെമ്പർ വരാഞ്ഞതിൽ. എന്നാൽ അടുത്ത പ്രാവശ്യം അദ്ദേഹം ജയിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ ഭാവുകങ്ങളും. താങ്ക്സ്. ഈ ചടങ്ങിൽ 3 വ്യക്തികളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ആദ്യം സ്വീകരണം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഡോക്ടർ ടുമാൻ്റെ അധ്യാപകൻ ആയിരുന്ന ഇന്നത്തെ വിശിഷ്ട അതിഥി, ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ B. അനിൽകുമാർ സാറ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ടുമാനെ ക്ഷണിക്കുന്നു. അടുത്തത് ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. അദ്ദേഹത്തെ ഷോൾ ഇടുന്നതിന് വേണ്ടി ഡോക്ടർ ടുമാനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ടുമാൻ്റെ അമ്മ ഡോക്ടർ സുലോചന ഉണ്ണികൃഷ്ണൻ. ഇവിടുത്തെ കുടുംബത്തെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ലീല ചേച്ചിയെയും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമ്മുടെ ഈ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു.